ചോറിലേക്ക് തേങ്ങയൊന്നും അരക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ മോരുകറി റെഡിയാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് ചെറിയ പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ വലിയ പീസായിട്ടാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ, അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം ഞാൻ ഉടച്ചെടുക്കുന്നില്ല. ഉടച്ചെടുക്കാതെ അതുപോലെ കഷ്ണങ്ങളായിട്ട് കഴിക്കുന്ന കേട്ടോ എനിക്കൊന്നുകൂടെ ഇഷ്ടം. ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. തേങ്ങയുടെ അരപ്പല്ല കേട്ടോ, നമ്മൾ തൈരിൻ്റെ അരപ്പാണ് തയ്യാറാക്കി എടുക്കുന്നത്. 1/2 കപ്പ് തൈര് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി ഒരു എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 കാന്താരി മുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ഒരു കുമ്പളങ്ങ കറിയിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഇതിൻ്റെ ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു തൈരിൻ്റെ ഗ്രേവി മാത്രം മതി എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്നും ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ, 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നെട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചിരകി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്താൽ മതി. നിങ്ങൾ ഇതുപോലെ മോരുകറി റെഡിയാക്കി എടുക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മോരുകറി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താലും ഒത്തിരി ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്